ഞാൻ എന്റെ മോളെ ഒരു ഉന്നത കുലജാതന് മാത്രമേ കെട്ടിച്ചു കൊടുക്കുള്ളൂ. അമ്മണി ബ്രോക്കർക്ക് അതറിയാലോ. ഞാൻ അങ്ങനെ ചെയ്യോ? അതും തമ്പ്രാനോട്. എനിക്കറിയില്ലേ തമ്പ്രാൻ? അതെനിക്കറിയാം. പക്ഷെ ഇവനെ കണ്ടിട്ട് ഒരു ഉന്നത കുലജാതന്റെ ലുക്ക് ഇല്ലല്ലോ. അത് പരിഷ്കാരി ആയതുകൊണ്ടാ തമ്പ്ര. ഉന്നത കുലജാതനായ ഇവന് ഉന്നതമായ ജോലിയാ തമ്പ്ര. 100 പേരാ ഇവന്റെ കീഴില്. ഇവന്റെ കീഴിലോ? അടിക്കണം എന്റെ തമ്പ്ര. ഈ ബ്രോക്കർ കമ്പനി നടത്തി ഒരു കല്യാണവും മോശമായിട്ടില്ല. തമ്പ്ര ധൈര്യമായിട്ട് നടത്തിക്കോ. മോളെ, നിനക്ക് അവനെ ഇഷ്ടമായോ? എന്നാ പിന്നെ അതങ്ങ് നടത്തിയേക്കാം അല്ലേ ബ്രോക്കർ മണി? പിന്നെ എന്താ തമ്പ്ര, നോക്കി നിൽക്കാണ്ട് ചെല്ലട അവളുടെ അടുത്തേക്ക്. ഇണക്കിളി പറയില്ലേ, ഇണക്കിളി പറയില്ലേ. ഹലോ, തമ്പരാൻ സാറിനെ പറ്റിച്ചുട്ടോ ബ്രോക്കർ അമ്മണി. സത്യമാണോ പറഞ്ഞത്? ബ്രോക്കർ മണിയെ ഇന്ന് ഞാൻ വെച്ചിട്ട് പോടാ. ബ്രോക്കർ മണി ഞാൻ കാണിച്ചു. ഹലോ ബ്രോക്കർ മണി, ഞാനാ തമ്പ്രാൻ. ഉടൻ തന്നെ നീ എന്റെ വീട്ടിലോട്ട് വരണം. തമ്പ്ര എന്താ തമ്പ്ര വരാൻ പറഞ്ഞേ? ആ ഉന്നത കുലജാതനുമായി എന്റെ മകളെ കല്യാണം നടത്തി എന്നെ പറ്റിച്ചല്ലേ അമ്മണി? ഇല്ല തമ്പ്ര, അവന്റെ അച്ഛൻ പട്ടരും അമ്മ നായിടുവാ. പട്ടരും നായിടുവൊന്നും അല്ല എന്റെ വിഷയം. പിന്നെയോ തമ്പ്ര? അവന് ഉന്നത ജോലിയാണെന്നും അവന്റെ കീഴിൽ 100 പേരുണ്ടെന്നും പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചത്? തമ്പ്ര, ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല തമ്പ്ര. സത്യം പറഞ്ഞു തമ്പ്ര. ആ മലയുടെ മുകളിലൊരു പള്ളിയില്ലേ, ആ പള്ളിയുടെ അവിടെ ഒരു സിമിത്തേരി ഇല്ലേ, ആ സിമിത്തേരിയിൽ കാടുവെട്ടില്ല തമ്പ്ര അവന്റെ പണി. മല എന്ന് പറയുമ്പോ മുകളിലല്ലേ, മുകളിലെന്ന് പറയുമ്പോ ഉന്നതിയല്ലേ, അപ്പൊ അവന് ഉന്നതമായ ജോലിയല്ലേ. കാട് വെട്ടണ സെമിത്തേരിയിലല്ലേ, സെമിത്തേരിയിലെ അടിയിലല്ലേ ആൾക്കാരെ അടക്കണേ. അതൊരു 100 പേരെങ്കിലും കാണൂലേ. അതാ ഞാൻ പറഞ്ഞ തമ്പ്ര, അവന്റെ കീഴിൽ 100 പേരുണ്ടെന്ന്. അയാൾക്ക് ഉന്നത കുലജാതയെ തന്നെ വേണം. കുറച്ച് നാളായി ഞാൻ ഇയാളോട് കുറെ വർത്താനം പറയാമെന്ന് വിചാരിക്കുന്നു. തങ്ങനെ ഏത് കോത്താഴത്തെ തമ്പ്രാനാണോ ഇതേ? 21ാം നൂറ്റാണ്ടാ. ഈ കാലത്തെ ജാതി മതവും പറഞ്ഞു നടക്കാൻ തനിക്ക് നാണാവൂല്ലോ ഒരു തമ്പ്രാൻ.